നമസ്കാരം. ഇടതുപക്ഷ ജനപ്രതിനിധികൾ നമ്മുടെ ജോസ് കെ മാണിയും എ റഹീമും ഒക്കെ കൂടും കുടുക്കിയെടുത്ത് ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എന്താണ് കാണിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും അവരും അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. എ റഹീം അത് സംബന്ധിച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഫോട്ടോയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ അവിടെ ഈ കന്യാസ്ത്രീകൾ അവിടെ എന്ത് പ്രവൃത്തിയാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടവർ, അവിടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ പ്രദേശത്ത് ഛത്തീസ്ഗഡിലെ ഈ പറഞ്ഞ ഈ നാരായൺപൂർ എന്ന പ്രദേശത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ചില സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും പ്രവാസി മലയാളിയുമായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ സർക്കാരിനോ സൈന്യത്തിനോ പോലും കടന്നു ചെല്ലാനാകാത്ത നാരായൺപൂർ എന്ന നക്സൽ ബാധിത വനമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള 2 പെൺകുട്ടികളെ ഒരു പ്രദേശവാസിയായ ആളോടൊപ്പം ചേർന്ന് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു എന്നതാണല്ലോ കേസ്. വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടികളെ രേഖകൾ ഒന്നുമില്ലാതെ മതപരിവർത്തനത്തിന് വേണ്ടി ഛത്തീസ്ഗഡിനുള്ളിൽ തന്നെ ജോലി കൊടുക്കാം എന്ന് പ്രലോഭിപ്പിച്ച് അവരുടെ സമ്മതമില്ലാതെ ആഗ്രയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്ന കാര്യം. എന്നാൽ ഈ പെൺകുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞതാണ് എന്നും അവർ ക്രിസ്ത്യാനികളാണ് എന്നും അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ ആഗ്രയിൽ ആശുപത്രിയിൽ ജോലി നൽകാൻ കൊണ്ടുപോവുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ സഭ പറയുന്നത്. 2 വേർഷനുണ്ട്, പോലീസിന്റെയും സഭയുടെയും. ഇതിലെ വാസ്തവം എന്തുമാകട്ടെ അത് കോടതിയിൽ തെളിയുമല്ലോ. രണ്ടായാലും ഈ കേസിൽ ഇതുവരെ പുറത്തു വരാത്ത ദുരൂഹമായ ഒരു ലിങ്ക് ഉണ്ട് എന്ന് സംശയിക്കണം എന്ന് രഞ്ജിത്ത് ചൂണ്ടിക്കാണിക്കുന്നു. കാരണം സർക്കാരിനോ സൈന്യത്തിനോ പോലും കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള നാരായൺപൂർ എന്ന നക്സൽ ബാധിത വനമേഖലാ പ്രദേശങ്ങളിൽ എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് എങ്ങനെ ബന്ധമുണ്ടായി, അവർ അങ്ങനെ അവിടെ എത്തി, അവർ എന്ത് ചെയ്യുകയായിരുന്നു, അവർക്ക് അവിടെയുള്ള ഈ നക്സൽ ബാധിത മേഖലയുമായി കന്യാസ്ത്രീകൾക്ക്, മലയാളികളായ കന്യാസ്ത്രീകൾക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇപ്പോൾ കാന്തപുരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഹൂത്തി വിമതർ, മത ഭീകരവാദികളുമായി അവിടുത്തെ ഭരണകൂടം അതാണ് യമനിലെ, അവരുമായിട്ട് കാന്തപുരം മുസ്ലിയാർക്ക് എന്ത് ബന്ധമെന്ന് ചോദിച്ചതുപോലെ ഈ നക്സൽ ബാധിത മേഖലയുമായി ഈ കന്യാസ്ത്രീകൾക്ക് എന്ത് ബന്ധം, അല്ലെങ്കിൽ സഭയ്ക്ക് എന്ത് ബന്ധം? ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നത് ഒരു പുരുഷനാണ് എന്ന് വാർത്തകളിൽ പറയുന്നു. അയാൾ ആരാണെന്ന് അന്വേഷിക്കണ്ടേ? ആ പുരുഷൻ ആരാണ്? ബന്ധുവാണോ, നക്സലാണോ, മനുഷ്യക്കടത്ത് ഏജന്റാണോ, അതോ സഭയുടെ കുഞ്ഞാടാണോ? ആരായാലും ശരി, അയാൾക്കും ഈ കന്യാസ്ത്രീകൾക്കും തദ്വാര സഭയ്ക്കും ഇന്ത്യൻ സൈനികർ വരെ കൊല്ലപ്പെടുന്ന ഈ നക്സൽ മേഖലയിൽ എന്താണ് ഇടപാട്? എങ്ങനെ ഈ ബന്ധമുണ്ടായി? ഇവിടെ സാധാരണഗതിയിൽ അതൊരു നക്സൽ ബാധിത പ്രദേശമാണ്. അവിടെ ഇന്ത്യൻ സൈന്യം പോലും കടന്നു ചെല്ലുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ആയുധധാരികളായിട്ടൊക്കെയാണ് ചെല്ലുന്നത്. നക്സലേറ്റുകൾ വെടിവെക്കും. അപ്പം അവിടെയൊക്കെ കൂളായിട്ട് ഇങ്ങനെ കടന്നു ചെന്ന് അവിടുന്നൊക്കെ പെൺകുട്ടികളെ ഒക്കെ തന്നെ ഇങ്ങനെ കടത്തിക്കൊണ്ടുവരാൻ ഇവർക്ക് പറ്റിയത് എന്തുകൊണ്ടാണ് എന്ന സ്വാഭാവികമായ സംശയമാണ് ശ്രീ രഞ്ജിത്ത് ചോദിക്കുന്നത്. നക്സലുകളുടെ സഹായത്തോടെ ചില വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്കുള്ളിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നറിവുള്ളതാണ്. കേന്ദ്രം ശക്തമായി ഇതിനെ അടിച്ചമർത്താനും ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് സ്വതന്ത്രമായി കടന്നു ചെല്ലാനും അവിടുത്തെ നിരക്ഷരരായ പ്രദേശവാസികളെ മതം മാറ്റാനും ജോലി ഓഫർ ചെയ്യാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നു എങ്കിൽ അത് സംശയദൃഷ്ടിയോടെ തന്നെ വേണം കാണാൻ. അതിലേക്കാണ് യഥാർത്ഥത്തിൽ അന്വേഷണം ചെല്ലേണ്ടത് എന്ന അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം. അവിടെ ഇവർക്ക് എന്ത് ബന്ധം? അവിടെ ഇവർ എന്താണ് ചെയ്യുന്നത്? അവിടെ പള്ളിയുണ്ടോ? അവിടെ സഭയ്ക്ക് ഓഫീസുണ്ടോ? നക്സൽ ബാധിത പ്രദേശത്ത് അവിടെ എന്ത് പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്? സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോകുന്നുണ്ട് എന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പം ആ വനമേഖലയിൽ, നക്സൽ ബാധിത വനമേഖലയിൽ സഭയ്ക്കും സഭയുടെ വിശ്വാസികൾക്കും സഭയുടെ പുരോഹിതർക്കും ഒക്കെ എന്താണ് അവിടെ ഇടപാട് എന്നുള്ള സ്വാഭാവികമായ സംശയം. പ്രലോഭനത്തിലൂടെ മതപരിവർത്തനത്തിന് ശ്രമം നടന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന്റെ ഒരു സ്ക്രീൻഷോട്ടും ശ്രീ രഞ്ജിത്ത് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം കാര്യമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഇതൊരു വെറും മതപരിവർത്തന ലോബി അല്ല, അല്ലെങ്കിൽ ഒരു മതപരിവർത്തന മാഫിയ അല്ല. ഇത് വലിയ പിടിച്ചതിലും വലുതാണ് അള്ളയിലുള്ളത് എന്ന് പറയുന്നത് പോലെ വലിയ ഒരു റാക്കറ്റിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഛത്തീസ്ഗഡ് വനമേഖലയിലൊക്കെ തന്നെ നടക്കുന്നത് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അതിനകത്ത് സംശയമില്ല. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.